യേശു അവതരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മായാരൂപമാണ്. അവനെ തൊടാനോ കാണാനോ കഴിയാത്തൊരു മായാരൂപമാണ്. പക്ഷെ നിന്റെ പ്രാണനെ ഞാൻ എടുത്താൽ നീ കരുതി വച്ചത് സ്വരുക്കൂട്ടിയത് ആരനുഭവിക്കും? ലൂക്കോസ് സുവിശേഷം 12:20. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 12-20 വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചിരിക്കുന്നത്. ഒരു പാസേജിൻ്റെ അകത്തുനിന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ഇതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന് മത്തായി എഴുതിയ സുവിശേഷം. ഇപ്പോഴാ ശരിയായത്? ഓക്കെ, താങ്ക് യു. ഈ 4 എഴുത്തുകാരും യേശുക്രിസ്തുവിനെ 4 വിധത്തിൽ വർണ്ണിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തു രാജാവാണെന്ന് ചിത്രീകരിക്കുന്നു. വിദ്വാൻമാർ വിദ്വൽ കാഴ്ച കണ്ടപ്പോൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ജനിക്കുന്നതിന് മുമ്പേ രാജാവായിട്ട് ഈ അവനിൽ അവതരിച്ച ഒരു യുഗപുരുഷൻ, ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. മത്തായി യേശുക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുമ്പോൾ മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസത്വം വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തു സാക്ഷാൽ ദാസനായിട്ട് വെളിപ്പെട്ടു. 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നു. ഒന്ന് വായിക്കാമോ? മർക്കോസ് സുവിശേഷം 10:44. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും, നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകണം. ദാസനാകണം. ഹൗളിംഗ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്. ദാസനാകണം. പിന്നെ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും അത്രേ വന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു തെളിവൂടെ പൗലോസ് എഴുതുകയാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കോടിക്കണക്കിന് ദൂതന്മാരുടെ ആരാധന പുരുഷൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വിട്ടവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിതാവായ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു? ആർ എനിക്ക് വേണ്ടി പോകും എന്ന ചോദ്യത്തിന് പുത്രൻ താൻ വിളിച്ചു പറഞ്ഞു, അടിയനെ ഇതാ, അടിയനെ അയക്കണമെന്ന് പറഞ്ഞവൻ ഈ താഴ്ണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസനാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം വെളിപ്പെടുത്തുന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി. ഇവരിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുക. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രബലമായൊരു ദുരുപദേശമായിരുന്നു ജ്ഞാനവാദം. അവർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പഠിപ്പിക്കലാണ്. ഒന്ന്, യേശുക്രിസ്തുവിന് ഈ തിന്മ നിറഞ്ഞ ഭൂമിയിലേക്ക് അവതരിക്കാൻ കഴിയത്തില്ല. യേശു അവതരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മായാരൂപമാണ്. അവനെ തൊടാനോ കാണാനോ കഴിയാത്തൊരു മായാരൂപമാണെന്നാണ് ജ്ഞാനവാദത്തിന്റെ പഠിപ്പിക്കലുകൾ. അതിനെ ഖണ്ഡിക്കുകയാണ് യോഹന്നാൻ. 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതി 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. ആദ്യം മുതലുള്ളതോ ഞങ്ങൾ കേട്ടതോ
സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതോ? ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതുമായ ഞങ്ങൾ നോക്കിയതുമായ ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. യേശുക്രിസ്തു ഒരു മായാരൂപമല്ല, ആർക്കും തൊടാൻ കഴിയാത്ത ഒരാളല്ല. സ്പർശിക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, ഏറ്റെടുക്കാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ഒരുവനാണ് സാക്ഷാൽ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുക. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയട്ടെ, ഏക സത്യദൈവം ഒരുവൻ യേശുക്രിസ്തു മാത്രം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന, അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുവൻ സാക്ഷാൽ യേശുക്രിസ്തു മാത്രം. അവൻ ഏകദൈവം, സത്യദൈവം, നിത്യദൈവം അത്രേ. ആ ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ യോഹന്നാൻ, ലൂക്കോസ് സുവിശേഷകൻ വ്യത്യസ്തമായൊരു വെളിപ്പാട് പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് സംസാരിക്കുകയാണ്. എന്താ സംസാരിച്ചറിയാമോ? എൻ്റെ സഹോദരനുമായിട്ട് വസ്തു പങ്കുവെക്കുന്നതിന് നീ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കണം. 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 13-ാമത്തെ വാക്യം, 12:13. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരന്മാർക്ക് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഞാനുമായിട്ട് അവകാശം പങ്കിടാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും. ഉടനെ കർത്താവിന്റെ മറുപടി അവനോട് അവിടുന്ന്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ? എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവും പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പങ്കിടുന്നവനും ആക്കിയത് ആരെന്ന് ചോദിച്ചു. ഇവര് സത്യത്തിൽ യേശുക്രിസ്തുവിനെ ചിന്തിച്ചതും അറിഞ്ഞതും ഒക്കെ എങ്ങനെയാ? ഒരു ഇടനിലക്കാരൻ. ഇപ്പോഴും ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന് രോഗസൗഖ്യം മാത്രം തരാൻ കഴിയുന്ന ഒരാളായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന് സാമ്പത്തിക നന്മ തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതെല്ലാം ദൈവത്തിന് തരാൻ കഴിയും. പക്ഷെ നമുക്ക് ഈ ഭൂമിയിലെ നിസ്സാര കാര്യങ്ങൾ മാത്രം നടത്തി തരുന്ന ഒരാളായിട്ടല്ല കാണേണ്ടത്. അവൻ നിത്യ ദൈവമാണ്. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ ചോദിക്കുമ്പോൾ കർത്താവ് കൊടുത്ത മറുപടി, സകലവിധ ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞിരിപ്പീൻ. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം ഭൂമിയാണ് ആവശ്യം. എത്ര കിട്ടിയാലും മനുഷ്യന് തികയുന്നില്ല. വെട്ടിപ്പിടിച്ച് മരിക്കുന്ന സമയത്തും ബോധമുണ്ടെങ്കിൽ ചിന്ത എവിടെ ആയിരിക്കും അറിയാമോ? വസ്തുവിലായിരിക്കും. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. ഞാൻ കേട്ടത് ഒരു പ്രസംഗിക്കുന്ന കേട്ടതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ എവിടെ ഒരു നല്ല പ്രായം ചെന്നൊരപ്പച്ചൻ മരിക്കുന്നില്ല, പക്ഷെ മരണക്കിടക്കയിൽ കിടക്കുക. അടുത്ത മക്കളൊക്കെ നിൽപ്പുണ്ട്. ഒടുവിൽ ഒരു മകന് മനസ്സിലായി മരിക്കാത്തതിൻ്റെ കാരണം കാഞ്ഞിരപ്പള്ളിയിൽ ഒരു റബ്ബറും തോട്ടം പുതുതായിട്ട് മേടിച്ചു. പുള്ളി ആ വസ്തു കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ജീവൻ പോകാതിങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരുത്തിന് തോന്നി ഒരു മൺവെട്ടിയും എടുത്ത് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥലത്ത് ചെന്ന് മണ്ണും വെട്ടിയെടുത്ത് ചാക്കിനകത്ത് കൊണ്ടുവന്ന് അപ്പച്ച കണ്ട കാഞ്ഞിരപ്പള്ളിയിലെ മണ്ണാന്ന് പറയും. തൊട്ടു, ആൾ തട്ടിപ്പോയി. അപ്പോൾ ഇത്രയും നേരമായിട്ട് പുള്ളി പോകാത്തതിൽ എന്തുകൊണ്ടാണ്? മണ്ണാണ്. നമ്മളൊരു പാട്ട് പാടത്തില്ലേ, മണ്ണ് പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണേ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ.
ഫീഡ്ബാക്ക്, എന്തോ ഒരു ഡിലേയോ അല്ലെങ്കിൽ എഫക്ട്സോ എന്തെങ്കിലും കൊടുത്ത് ഇല്ല, എന്ത് വേണ്ട, തോന്നുന്നു. ഓക്കെ, മതി. മനുഷ്യന് ആഗ്രഹമല്ലേ എവിടെ കിടക്കുക? മണ്ണിനോട്. അതിര് മാന്തുന്നു, രാത്രിയിൽ എഴുന്നേറ്റിട്ട് ഇപ്പം വേണ്ട, ഡിലേ വേണ്ട, ഇപ്പം വേണ്ട, പാട്ട് പാടും മതി. ഈ എല്ലാവരും ഉറങ്ങുമ്പോൾ പാത്തുകൊണ്ട് ആ സ്ഥലത്ത് കൊണ്ട്, അതായത് അപ്പുറത്തെ ഇപ്പുറത്തെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് തേക്ക് വെക്കുക. ഇത് വളർന്നു കഴിയുമ്പോൾ ഇത് ആരുടെയാണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ഒരിത്തിരി മണ്ണിന് വേണ്ടി മനുഷ്യൻ്റെ നെട്ടോട്ടം നിങ്ങൾ കണ്ടിട്ടില്ല? മനുഷ്യൻ ഓടുന്നത് ഓഫർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ 50% കിഴിവോടുകൂടി ഡ്രസ്സ് വിൽക്കുന്നു, ഇടിച്ചു കയറും. അത് മിക്കവാറും 90% കിഴിവായിരിക്കും. വീട്ടിൽ കൊണ്ട് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കിഴിവുണ്ടോ. മനുഷ്യനോട് പണ്ടുള്ളവർ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കമന്ന് വീണാൽ കാപ്പ. ഇവിടെ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ സഹോദരനുമായിട്ട് വസ്തു വീതം വയ്ക്കുന്നതിന്, പങ്കുവയ്ക്കുന്നതിന് നീ ഒരു ന്യായകർത്താവായിട്ട് നിൽക്കണം. കർത്താവ് കൊടുത്ത മറുപടി അടുത്ത വാക്യത്തിലുണ്ട്, വായിച്ചാട്ടെ. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവേ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. സ്തോത്രം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നു ആ പ്രശ്നമാണ് ദ്രവ്യാഗ്രഹം. എങ്ങനെങ്കിലും 10 രൂപ ഉണ്ടാക്കണം. കർത്താവിന്റെ മറുപടി, സകല ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയും. അതിനടുത്തത് 13ാമത്തെ വാക്യത്തിൽ ഒരു ഉപമ കർത്താവ് പറയാണ്. ഉപമ വായിച്ചാട്ടെ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലോ അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. നല്ല കൃഷിയായിരുന്നു, നന്നായിട്ട് വിളഞ്ഞു, നല്ല വിളവെടുപ്പ്. ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവ് ഉപമയ്ക്കകത്ത് പറയാ. ആ മനുഷ്യന്റെ സ്വഭാവം ആ വാക്യത്തിൽ തന്നെ പിടികിട്ടും. എന്താ പറഞ്ഞത്? അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടോ? ഈ ധനവാനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്തു ചെയ്യേണ്ടു? വിളവ് ധാരാളം വർദ്ധിച്ചു, കൃഷി ധാരാളമുണ്ടായി, സമ്പത്ത് ധാരാളമുണ്ടായി, ഞാൻ എന്ത് ചെയ്യേണ്ടു? സമ്പത്ത് വർദ്ധിക്കുന്നവരുടെ ചിന്ത എപ്പോഴും ഞാൻ എന്തോ ചെയ്യണം, ഈ ധനമെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യും? എന്നാൽ ഇവൻ്റെ ചിന്ത 10 പേർക്കും കൂടെ കൊടുക്കാവുന്നൊരു ചിന്ത ഇവൻ്റെ അകത്ത് വരുന്നില്ല. എന്നാൽ അനാഥരായ, ദരിദ്രരായ, സഹായം ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാമെന്നൊരു ചിന്ത അവൻ്റെ ഭാഗത്ത് വരുന്നില്ല. എന്താ അവൻ്റെ ചിന്ത? അടുത്ത വാക്യം, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ, എന്റെ വിളവ് കൂട്ടിവെക്കും ഞാൻ, സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. ആർക്കും കൊടുക്കണമെന്ന് മനസ്സില്ല, പിന്നെന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ കൂട്ടി വെക്കും. എന്നിട്ട് ഇപ്പോഴത്തെ എൻ്റെ കളപ്പുര ഞാൻ ഇടിച്ചു പൊളിച്ചിട്ട് ഇതിനേക്കാൾ വലുതൊന്ന് പണിയും. എന്നാലും ഞാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. ഭയങ്കര മൗനമാണല്ലോ നിങ്ങളെല്ലാവരും സ്റ്റേജിൽ. ഞാൻ ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. അങ്ങനെ പറയത്തില്ലേ, അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കത്തില്ല. ഞാനിങ്ങനെ കൂട്ടി വെക്കും. തന്നെയല്ല, ഇപ്പോഴത്തെ എൻ്റെ കളപ്പുര ഞാൻ വലുതാക്കും. അന്ന്
രാത്രി കർത്താവ് അവനെ വിളിച്ചൊരു വിളിയുണ്ട്. ജ്ഞാനി, കഴിവുള്ളവനെ, മിടുക്ക എന്നല്ല വിളിച്ചത്, പിന്നെന്തുവാ? മൂഢ, വിഡ്ഢി. സ്വയം ജ്ഞാനി എന്ന് തോന്നുന്നവനെ കർത്താവ് വിളിക്കുകയാണ് മൂഢ. ഇത്രയും സമ്പാദിച്ച് കരുതിക്കൂട്ടി അടുത്തൊരു 4 തലമുറയ്ക്ക് കൂട്ടിവെക്കും. ഇല്ല, ഞാൻ തന്നെ ഇതെല്ലാം അനുഭവിക്കും, ഞാൻ തന്നെ പിടിച്ചു വെക്കും, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഒരു യോഗം പോലും ഞാൻ വെക്കത്തില്ല, ഒരു ഭിക്ഷക്കാരന് പോലും ഞാൻ 10 രൂപ കൊടുക്കത്തില്ല, ചികിത്സയ്ക്ക് പോലും ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല. ഇതാണ് അവൻ്റെ ചിന്ത. ഞാൻ കൂട്ടി 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 വെക്കും, എന്നിട്ട് ഞാനിങ്ങനെ സന്തോഷിക്കും. എൻ്റെ കളപ്പുരയൊക്കെ ഞാൻ വലുതാക്കി, എൻ്റെ വീടൊക്കെ ഒന്ന് വലുതായിട്ട് പണിത്, എൻ്റെ നന്മയെല്ലാം കൂടെ ഞാൻ ചേർത്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഞാൻ തന്നെ അനുഭവിക്കും. അന്ന് രാത്രി അവനെ വിളിച്ച വിളിയാണ് മൂഢ. ഇനി ഒരു വാക്യം കൂടെ നിങ്ങൾ വായിക്കണം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഉത്തമമായത് മനുഷ്യൻ കാണുന്നെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അത് അറപ്പാണ്. വായിച്ചോ, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. സ്തോത്രം. ഈ കാണുന്നതൊക്കെ നമുക്ക് തോന്നും നന്മയാണെന്നും നല്ലതാണെന്നും തോന്നുന്നതൊക്കെ ദൈവം മുൻപാകെ ഇതെല്ലാം ദൈവത്തിന് അറപ്പാണ്. ഈ മനുഷ്യൻ തന്നെത്താനെ പറയാം, ഞാൻ തിന്ന് കുടിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കും. അന്ന് രാത്രി തമ്പുരാൻ ചോദിക്കുക, ഇതെല്ലാം ഞാൻ നിനക്ക് തന്നു, പക്ഷെ നിന്റെ പ്രാണനെ ഞാൻ എടുത്താൽ നീ കരുതി വച്ചത് സ്വരുക്കൂട്ടിയത് ആരനുഭവിക്കും? ഇനി യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കും. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്തോ ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പേ. ഇന്നോ നാളെയോ വായിക്കേ. ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പേ. നാളത്തത് നിങ്ങൾ മനുഷ്യൻ പറയുക, ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കും, നന്മകൾ ശേഖരിക്കും, എന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും എന്ന് സ്വയം മനുഷ്യൻ അങ്ങ് പറയുക. അടുത്ത വാക്യം, നാളത്തത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയി സമ്പാദിച്ചു സ്വരൂപൂട്ടി എല്ലാം കൂടെ ജീവിക്കാൻ ഒരു മനുഷ്യനും ചിന്തിക്കരുത്. കാരണം മനുഷ്യന്റെ ജീവിതം ക്ഷണഭങ്കുരമാണ്. പുരപ്പുറത്ത് കിളിർത്തു വരുന്ന പുല്ലിന് സമമാണ്. നിഴൽ പോലെയാകുന്നു. നിഴൽ പോലെ പെട്ടെന്ന് പോലെ നിഴല്. ഇന്ന് നമ്മൾ കണ്ടവർ നാളെ കാണണമെന്നില്ലല്ലോ. പെട്ടെന്നല്ലേ മനുഷ്യൻ മരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, മരിക്കാൻ ഇന്ന് രോഗം പോലും വേണ്ട.
മനുഷ്യൻ പെട്ടെന്നാണ് ഇവിടുന്ന് മാറ്റപ്പെടുന്നത്. ഒരു 100 വയസ്സോടെ ജീവിക്കുന്ന ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ആർക്ക് ഗ്യാരണ്ടിയാണ്? സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ നമുക്ക് ചലിക്കാൻ കഴിയത്തില്ല. അവിടുത്തെ കൃപ അനുഭവിക്കുന്ന ദൈവം മക്കൾ കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ഇത് കുറച്ചുകൂടെ ഒരു സൗണ്ട്, അതാ വല്ലാത്ത സൗണ്ട്. ആരാന്ന് ശരിയാക്കാൻ പറ്റുന്നത്? സ്തോത്രം. ജീവിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്നൊരു രാത്രിയോടെ ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ മഹാകൃപയാണ്. അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാട്. സ്തോത്രം. ക്ഷണികമാണ് മനുഷ്യ ജീവിതം, ക്ഷണഭംഗുരമാണ് മനുഷ്യ ജീവിതം. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ അറിയാൻ കഴിഞ്ഞതാണ്, രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞതാണ്. ബാക്കിയൊക്കെ മായയാണ്, നശിക്കുന്നതാണ്, നഷ്ടമാകുന്നതാണ്. പക്ഷെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഓട്ടം എങ്ങോട്ടാണെന്നറിയാമോ? ഈ നഷ്ടമാകുന്നതിന് വേണ്ടി ഓടുക. മനുഷ്യന് സമ്പാദിക്കണം, മനുഷ്യന് ജീവിക്കണം, എങ്ങനെയും ജീവിക്കണം. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൂടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആറിൻ്റെ കരയ്ക്ക് ആളുകൾ നിൽക്കുക. കിഴക്കൂന്ന് വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്കും ആ പമ്പാ നദിയുടെ ഇരുകരയിലും ആൾക്കാർ നിൽക്കുക. എന്നിട്ട് വിറക് വരുന്നു, ആൾക്കാർ പിടിച്ചു കയറ്റും. പിന്നെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ സാധനം വരുന്നുണ്ട്. കാരണം വെള്ളം പൊങ്ങി വീടുകൾ കയറിയപ്പോഴത്തേക്കും അതിൻ്റെ ഉപകരണങ്ങളെല്ലാം പോന്നു. പോകുന്ന ആൾക്കാർ കയറി പിടിക്കുക, പിടിച്ച് ഒരുത്തം കയറി ഭയങ്കര ഒരു കെട്ടിന് കയറി പിടിച്ചു. അപ്പോൾ കരയ്ക്ക് നിന്നുകൊണ്ട് ആൾക്കാർ പറഞ്ഞു, എടാ വിട്ടേക്കടാന്ന്, വിടാന്ന്, നീ ഉദ്ദേശിച്ച കെട്ടല്ലാതെ വിട്ടേ. ഇവൻ കയറി ചീങ്കണ്ണിയാണ് പിടിച്ചേ. അപ്പം യവൻ അവിടെ നിന്നോണ്ട് പറഞ്ഞെന്ന്, ഞാൻ എപ്പോഴേ വിട്ടെന്ന്, ഇതെന്നെ ഇപ്പം വിടുന്നില്ല. നമ്മൾ ചില കേസൊക്കെ വിട്ടതാണ്, പക്ഷെ നമ്മളെ ഇപ്പോൾ ആ സാധനം വിടുന്നില്ല. സ്തോത്രം. ഒരു കാര്യം ദൈവം മക്കളെ ചിന്തിച്ചോ, ഈ നശ്വരമായ ഈ നശിക്കുന്ന ലോകത്തിന് വേണ്ടിയല്ല ദൈവമക്കൾ ഓടേണ്ടത്, നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ഒരുങ്ങുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാടും. സ്തോത്രം, സ്തോത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ.